നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, യജമാനൻ്റെ സന്തോഷത്തിങ്കൽ പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ ഒരു സുദിനം നമുക്കൊരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദിവസം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, യജമാനൻ്റെ സന്തോഷത്തിങ്കലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ താലന്തുകളെ നിങ്ങൾ വ്യാപാരം ചെയ്യണം. അത് അനേകർക്കൊരു വെളിച്ചമാണ്, അത് അനേകർക്ക് ആശ്വാസമാണ്. നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്, പ്രചോദനമാണ്, അവർക്കൊരു വലിയ ബലമാണ്. നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു വലിയ വെളിച്ചമാണ്. നിങ്ങളത് ഇന്ന് പകൽക്കാലം വ്യാപാരം ചെയ്യണം. നിങ്ങളുടെ മേൽ വചനമുണ്ട്, ആശ്വാസ വചനങ്ങളുണ്ട്, രക്ഷയുടെ വചനങ്ങളുണ്ട്. നിങ്ങളത് പങ്കുവയ്ക്കും തോറും നിങ്ങളുടെ ദേശത്ത് വെളിച്ചമുണ്ടാവുകയാണ്. ആത്മാക്കൾ ബലപ്പെടുകയാണ്, വിടുവിക്കപ്പെടുകയാണ്. അത് ദൈവം നിങ്ങൾക്ക് നൽകിയ താലന്താണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊരു കൃപയുണ്ടെങ്കിൽ നിങ്ങൾ ദേശത്തിൻ്റെ കാവൽക്കാരാണ്. ദൈവം നിങ്ങളെയാണ് ദേശം ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേശത്തിന് അനുഗ്രഹമാണ്. നിങ്ങൾക്ക് പാടുവാൻ കൃപയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാടണം. കാരണം നിങ്ങളുടെ പാട്ട് അനേകർക്ക് ആശ്വാസമാണ്, അത് അനേകർക്ക് ബലമാണ്. മനം തകർന്ന അനേകരുടെ മുറിവുകളെ കെട്ടുന്ന ഒരു ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇന്ന് പകലത് ശക്തിയോടെ ചെയ്യണം. അത് കേൾക്കുന്ന ചിലരുണ്ട്, ആശ്വാസം പ്രാപിക്കുന്ന ചിലരുണ്ട്. ദൈവം നിങ്ങൾക്ക് വചനം നൽകിയിട്ടുണ്ടോ? നിങ്ങളത് ശക്തിയോടെ പ്രസ്താവിക്കണം. ദൈവം നിങ്ങൾക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ്, അത് വ്യാപാരം ചെയ്യാനുള്ളതാണ്. നിങ്ങളെ കാണുന്ന ഒരു കണ്ണ് സ്വർഗത്തിലുണ്ട്. ദൈവം എല്ലാം കാണുന്നുണ്ടെന്നേ. നിങ്ങൾ ശക്തിയോടെ ചെയ്യണം. ഇന്ന് പകൽ നിങ്ങൾ ചെയ്യുന്നത് ശക്തിയോടെ ചെയ്യണം. ഇന്ന് ചെയ്യുന്നതിന് ഇന്ന് നിങ്ങൾക്കൊരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. ഇന്നലകളിലും നിങ്ങൾക്ക് വേണ്ടതുപോലെ പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ടാകണമെന്നില്ല. നിങ്ങൾ ഭാരപ്പെടണ്ട. നിങ്ങളുടെ മുൻപിൽ ഇന്ന് പകൽ ദൈവം ഒരു വചനം തരികയാണ്. ദൈവം നിങ്ങളെ വിളിക്കുന്നൊരു സമയം, നിങ്ങൾക്ക് നൽകിയ താലന്തുകളെ തിരിച്ചു ചോദിക്കുന്നൊരു ദിവസം. അന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സാക്ഷ്യം ദൈവം കരുതി വച്ചിട്ടുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ എൻ്റെ ദാസനെ, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, അതൊരു സന്തോഷമാണ്. നിങ്ങൾക്കും അതൊരു സന്തോഷമായിരിക്കും. വിശ്വസ്തയോടെ ദൈവം തന്നത് വ്യാപാരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ, ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ദിവസം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദിവസം, ദൈവം നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ദിവസം, ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്തോഷമാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിത്തീരും, അല്ലേ? ഞാൻ നിങ്ങൾക്ക് സന്തോഷം നൽകും, അതാർക്കും എടുത്തു മാറ്റാൻ പറ്റത്തില്ലെന്ന്. അതെ, അതൊരു സന്തോഷമാണ്. നിങ്ങളത് മുൻപിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽ വേല ചെയ്യണം. നമ്മുടെ കർത്താവായ യേശു ആ ക്രൂശ് ചുമന്നപ്പോൾ തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തിട്ടാണ് യേശു കർത്താവ് ആ കുരിശ് ചുമന്നത്. ഈ ഭൂമിയിൽ തനിക്ക് ലഭിച്ചത് ക്രൂശ് മരണമാണ്. എന്നാൽ യേശു കർത്താവ് അതിലപ്പുറം, മരണത്തിനപ്പുറം ഒരു സന്തോഷം കണ്ടിരുന്നു. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടിയില്ലെന്ന് വന്നേക്കാം. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ ഈ വാക്ക് നിങ്ങൾ നെഞ്ചിലേറ്റണം. ദൈവം നിങ്ങൾക്ക് തരികയാ. യജമാനൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷം, വിശ്വസ്തദാസനു വേണ്ടി യജമാനൻ ഒരുക്കിയിരിക്കുന്ന സന്തോഷമുണ്ട്. അത് പറഞ്ഞു തീരാത്ത സന്തോഷമാണ്, മഹിമയുള്ള സന്തോഷമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനൊരു സന്തോഷമുണ്ട്. അത് ഈ ഭൂമിയിൽ ആകണമെന്നില്ല കേട്ടോ, സ്വർഗത്തിലാണത്. ഈ ഭൂമിയിലും ദൈവം നിങ്ങൾക്ക് സന്തോഷം തരും. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം സ്വർഗത്തിലേത് മാത്രമായിരിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല. നിങ്ങൾ തളർത്ത് കിടക്കത്തില്ല, നിങ്ങൾ വീണ് കിടക്കത്തില്ല. നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം നിങ്ങൾ സ്ഥിരതയോടോടും ശക്തിയോടോടും. കാരണം നിങ്ങളുടെ ലക്ഷ്യം ദൈവം നിങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ദിവസമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സന്തോഷമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വചനത്തെ സ്വീകരിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം.
വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തർ ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.